മാമന്റെ മറ്റൊരു വീഡിയോയിൽ മാമൻ പറയുന്നുണ്ടല്ലോ ദൈവിക ചൈതന്യമുള്ള ആൾക്കാരിൽ തന്നെ ബാധ പിടിപെടാൻ സാധ്യത. ദൈവിക ചൈതന്യം ഉള്ളപ്പോ പിന്നെ ബാധ എങ്ങനെ വരാനാണ്? അത് ഇതായി പോകേണ്ടതാണല്ലോ. അതെങ്ങനെ? നല്ലൊരു ചോദ്യമാണ് അത് വളരെ സംശയമാണ്. കാരണം നമ്മുടെ കൂടെ ദേവി ഇരിക്കണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ ഭദ്രകാളി ഇരിക്കുന്നു, ദുർഗ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ, അപ്പോൾ ദുർഗടത്ത് എങ്ങനെയാണ്? ദുർഗ ശക്തിയുള്ള ആളല്ലേ, അപ്പോൾ എങ്ങനെയാണ് ബാധ വന്ന് പിടികൂടുന്നതെന്നാണ്. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ നെഗറ്റീവ് എനർജിക്കും ആയിക്കോട്ടെ, എല്ലാവർക്കും നമ്മുടെ പ്രകൃതിയിൽ അവരുടേതായ ഒരു സ്ഥാനമുണ്ട്, അല്ല അവരുടേതായ ഒരു അവരുടേതായ ഒരു പവർ ക്രിയേറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ 50-50 നിൽക്കുന്നത് രണ്ടും. അപ്പോൾ അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ദൈവിക ചൈതന്യം ഉണർന്നു തുടങ്ങുമ്പോൾ ഈ നമ്മുടെ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ നടക്കുന്നു. ആ സമയത്ത് ഇതുപോലെ എൻറ്റിറ്റീസ്, നെഗറ്റീവ് ബ്ലാക്ക് എനർജീസ്, ഇത്തരം കാര്യങ്ങളെ നമ്മൾ അട്രാക്ട് ചെയ്യുക കൂടുതലായിട്ട്. അവരൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സൂര്യൻ നമുക്കറിയാം ഇത്രയും പവർഫുള്ളായിട്ട് കത്തി ഒളിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് സൂര്യൻ. സൂര്യദേവൻ എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഭൂമിയിൽ നമ്മൾ നോക്കുകയാണ്, കുറേ കാർമേഘങ്ങൾ വന്ന് മൂടുന്നു കട്ടിയായിട്ട്. നമുക്ക് കാണാൻ പറ്റും സൂര്യനാ? ഇല്ല. എന്നാൽ സൂര്യൻ അവിടെ ഉണ്ടാ? ഉണ്ടല്ലോ. പക്ഷെ നമുക്ക് അതിൻ്റെ ലൈറ്റ് കിട്ടണ്ട, അതിൻ്റെ അതിനുള്ള ഒരു എനർജി കിട്ടണ്ട, അതുമില്ലല്ലോ. അതുപോലെയാണ് ഞാനീ പറഞ്ഞ സംഭവം. ദൈവം അവിടെ ഉണ്ട്, ഇരിപ്പുണ്ട്, പക്ഷെ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടത്തില്ല. പിന്നെ ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു രാജാവ് എവിടെയെങ്കിലും ഇരിക്കും, നല്ല പ്രതാപിയായിട്ട് രാജാവ്, ഒരു കുഷ്ഠരോഗി വന്ന് എവിടെയെങ്കിലും അടുത്തിരിക്കുന്നത് രാജാവ് എന്ത് ചെയ്യും? അപ്പോൾ രാജാവ് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ രാജാവിന് ഇത്രയും പവറിലാണ്, രാജാവിന് എന്തുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നത്? അപ്പോൾ രാജാവിന് അത് അവിടെ ഇരിക്കാൻ ഒട്ടും മനസ്സ് വരില്ല. രാജാവ് അവിടെ നിന്ന് വയ്യാണ് മാറി. അപ്പോൾ അതാണ് ഇതിൻ്റെ വേറെ ഉദാഹരണം. ആ ഉദാഹരണം നിങ്ങൾക്ക് പറയുമ്പോൾ എങ്ങനെയാണ് അത് നിങ്ങൾ എടുക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ ഞാനൊരു ഉദാഹരണം മനസ്സിൽ വന്നിട്ട് പറഞ്ഞോ. ഇതാണ് സംഭവിക്കുന്നത്, ഇതാണ് റിയാലിറ്റി. അപ്പോൾ നമുക്ക് ഇപ്പോൾ കുറേ പേര്, ഞാൻ ഹീൽ ചെയ്യുന്ന ആൾക്കാർ, അവർ ചോദിക്കുന്ന സംശയമാണ്. പക്ഷേ നമ്മളിത് ഈ നമ്മുടെ മഹാകാളി ഹീലിങ്ങിനകത്ത് നമ്മളിത് ക്ലിയർ ചെയ്ത് ഈ കാർമേഹം മുഴുവൻ മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഈ മഹാകാളി ഹീലിംഗ്. അല്ലാതെ ഇവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിപ്പിക്കാനോ അല്ലെങ്കിൽ ചെയ്യാനോ എന്നുള്ള കഴിവൊന്നും എനിക്കില്ല. ഈ കാർമേഹം മാറ്റി ക്ലിയർ ചെയ്ത് കൊടുക്കലാണ് നമ്മൾ ചെയ്യണം ഈ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നത്. അതായി കഴിഞ്ഞാൽ അവരുടേതായ ഓൺ എനർജി അത് തെളിഞ്ഞു വരികയും അവർക്ക് ആരോഗ്യത്തിലേക്ക് അവർ പോവുകയും ചെയ്യും.